വെൽക്കം ബാക്ക് ടു ബാർസ് ആൻഡ് വീൽസ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അഗെയിൻ നമ്മളുടെ തന്നെ നാട്ടിലുള്ള കിലോമീറ്ററുകളോളം പടർന്നു കിടക്കുന്ന ഒരു പാറയിലേക്കാണ്. അതിൻ്റെ പേരാണ് ചതുരക്കള്ളിപ്പാറ. ഇവിടുത്തെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വൈകുന്നേരത്താണ് വന്നിരിക്കുന്നത്. ഒരുപാട് കഥകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ മേളിൽ തന്നെയാണ് നമ്മളുടെ അമ്പലം കണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഇതുവഴി പണ്ട് തേര് പോകുന്ന പാടും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ +2 പഠിക്കുമ്പം ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ വന്ന് ഇതിൻ്റെ അള്ളിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഈ പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിലോമീറ്ററോളം കിടക്കുക. അപ്പോൾ ഈ പാറയുടെ താഴ്വശത്ത് അള്ളിൻ്റെ അകത്തോട്ട് നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വരുമ്പോഴത്തേന് നമുക്ക് സൺസെറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ അള്ളിൻ്റെ അവിടോട്ട് പോവാം. കമാ. നമ്മൾ ഇപ്പം പാറയിൽ നിന്ന് ഇവിടെ ജണ്ട എന്ന് പറയും, അതായത് ഫോറസ്റ്റുകാരുടെ കെട്ടാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ ആ ഗുഹയുടെ അകത്തോട്ട് പോവുക. നമ്മളിപ്പം മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ വരണം. ഇങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വലിയ പാറ കേട്ടോ. കാര്യം നല്ല രസമാണ്. നമുക്ക് ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പീസ്ഫുൾ മൈൻഡ്. നമുക്ക് എന്താ പറയുക, നല്ല രസമാണ്. ഇവിടെ വന്നൊരു സൺസെറ്റൊക്കെ എൻജോയ് ചെയ്ത് വൈകിട്ടൊക്കെ വന്ന് ഫ്രണ്ട്സ് കൂടിയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ചുമ്മാ സംസാരിച്ചിരിക്കാൻ വളരെ നല്ല രസമാണ്. കാര്യം ഒരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ, ഒരു പ്ലസൻറ്റ് മൂഡ് നമുക്ക് കിട്ടും. ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക, നമ്മൾ ഓഫ് റോഡ് ചെയ്താണ് പോകുന്നത് കാലും കൊണ്ട്. ഇവിടെ നിന്നുള്ള സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രസമാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച കോളേജൊക്കെ അതുകൊണ്ട് അതിൻ്റെ അക്കരയാണ്. ഇതാണ് നമ്മളുടെ ലൊക്കേഷൻ. വെരി ബ്യൂട്ടിഫുൾ. നമ്മളുടെ ഒരു എന്താ പറയുക, സ്വകാര്യ അഹങ്കാരമാണ് ഇത്രയും നല്ല പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം. ഭയങ്കര രസമാണ് ഇവിടെയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു നേച്ചറുമായിട്ട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഇഷ്ടമാകുന്നൊരു സ്ഥലമാണ് നമ്മളുടെ. എപ്പോഴും സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു രീതിയിലുള്ളവർക്ക് വലിയ താല്പര്യം കാണില്ല. നമ്മളുടെ റിസോർട്ടൊക്കെ ആണെങ്കിലും കണ്ടില്ലേ, നല്ല കാടിൻ്റെ അകത്ത നമ്മൾ ആ ഒരു സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്നെപ്പോലത്തെ മൈൻഡുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാക്കും. ഇനി നമ്മൾ ഓഫ് റോഡ് അത്യാവശ്യം തുടങ്ങുകയാണ്. ഇവിടുന്ന് മുകളിലോട്ടൊക്കെ നോക്കാൻ നല്ല രസമാണ്. മുകളിലോട്ട് നല്ല ചുറ്റും വളരെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്താ ഭംഗി. ഇപ്പം സൺസെറ്റിൻ്റെ ഒരുക്കങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. ആകാശത്തിൻ്റെ കളറൊക്കെ പതുക്കെ മാറി വരുന്നു. നമ്മൾ പതുക്കെ സൺസെറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. അതിനു മുമ്പ് അള്ളിൻ്റെ അകത്തും ഇറങ്ങണം. ഇവിടെ ആണെങ്കിൽ നൈസ് മുള്ളിൻ്റെ ചെടിയൊക്കെ നിൽക്കുന്നു. ഓഫ് റോഡിങ് കുറച്ച് കഠിനമാകുന്നുണ്ട്. എൻ്റെ അമ്മേ, ഈ പാറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതെ വെറുതെ ഒറ്റ പാറയായിട്ടല്ല, ഇതിൻ്റെ ഇടയ്ക്കെല്ലാം അടുക്കും ഒക്കെ ഉണ്ട്. നമ്മളിപ്പം പാറയുടെ അതായത് ഇതിൻ്റെ എൻഡിലോട്ട് വരുന്നത്, അതിൻ്റെ താഴെയാണ് ഗുഹയുള്ളത്. ഗുഹയുടെ അവിടോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റിസ്കി ഗെയിമാണ്. ബട്ട് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ പാറയുടെ എൻഡിലെത്തി. അതായത് ഇതിൻ്റെ അടിവശത്താണ് ഗുഹയുള്ളത്. ഇവിടുന്ന് നല്ല കിടിലം കുഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ, ഇവിടെ നേരെ ഇതിൻ്റെ അടിവശത്ത് പക്ഷെങ്കിൽ ഗുഹയാണ്. ഈ ഗുഹ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് പാറയ്ക്കൊരു ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും പാറയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് താഴെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഒരു അരുവിയുടെ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കാം നമുക്കിവിടെ. എന്ത് രസം.
നമ്മളിപ്പോൾ ഇനി നേരെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറയുടെ താഴെ, അതായത് ആ ഗുഹയുടെ അകത്തോട്ട് നമ്മൾ നേരെ ഇറങ്ങിപ്പോകാൻ പോവുക. അവിടെ ഇറങ്ങി ചെന്നിട്ട് അവിടുത്തെ വിഷ്വൽസ് എനിക്കറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ സ്ഥലത്തെ ഗുഹയുടെ അയ്യോ ചെള്ളിൻ്റെ കൂട്ടവും എന്താ പറയുക, ഒരു രക്ഷയില്ലായിരുന്നു. അതിൻ്റെ അകത്ത് കയറാനും പറ്റത്തില്ല, ഞറുവും ഭയങ്കര ഇതായിരുന്നു. ഇവിടെയാണ് കിളികളെല്ലാം കൂടെ ഭയങ്കര ശബ്ദമാണ്, നല്ല രസമാണ്. എന്താ പറയുക, ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് വേയിൽ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നേരെ ഇനി ഇതിലേക്കൂടെ അത്യാവശ്യം എൻ്റെ അമ്മ മുള്ളിൻ്റെ ചെടിയാണല്ലോ, മുള്ളെ പിടിക്കാതെ അക്കരെ കടന്ന് പോകാം. പാറയിൽ കൂടെ ഒക്കെ കയറിയിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ കുറവായതുകൊണ്ട് കുറച്ചുകൂടെ എനർജറ്റിക് ആവേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പാറയുടെ കണ്ടോ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ നേരെ പോയി അതിൻ്റെ അങ്ങേ അറ്റത്തൂടാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. എനിക്ക് പക്ഷേ വലിയ ഓർമ്മയൊന്നുമില്ല. +2 എന്ന് പറയുമ്പം അനേക വർഷങ്ങൾ, കറക്റ്റ് വർഷം പറഞ്ഞ് എൻ്റെ പ്രായം വെറുതെ റിവീൽ ചെയ്യണ്ടല്ലോ, അനേക വർഷങ്ങൾക്ക് മുമ്പേ ഒക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ കൂടി അന്ന് ക്ലാസ് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. അന്ന് ക്ലാസ് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കട്ട് ചെയ്ത് ക്ലാസ് ടീച്ചർ പിടിച്ച് വീട്ടിൽ നിന്ന് പേരൻസിനെ വിളിപ്പിച്ചു. എവിടെ ആയിരുന്നു, പാറയിൽ എന്തിനു പോയി. അന്നത്തെ കാലം കേട്ടോ. ഇന്നത്തെ കാലത്ത് ക്ലാസ്സിലായാലും വന്നില്ലയോ ഒന്നും അത്രയും വന്നില്ലെങ്കിൽ തന്നെ ആരും അതൊരു വലിയ ഇഷ്യൂ ഒന്നും ആക്കത്തില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരുന്നു, ടീച്ചേഴ്സൊക്കെ നോക്കുമായിരുന്നു. നമ്മളിപ്പോൾ ഈ പാറയുടെ ഏകദേശം അറ്റത്തെത്തി. ഇതിലിനി നടക്കുമ്പം അത്യാവശ്യം ചരിഞ്ഞ് ഒക്കെ നടക്കണം, അല്ലെങ്കിൽ ചിലപ്പം പതുക്കെ താഴെ പോയി ലാൻഡ് ചെയ്യേണ്ടി വരും. ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ തിരിച്ചൊരു കയറ്റം അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് പോകാം. അത്യാവശ്യം ടാസ്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് ഇതാണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ തൽക്കാലം ഇങ്ങോട്ട് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ ഈ പാറയുടെ അടിവശം, അതായത് ആ ഗുഹ എക്സ്പ്ലോർ ചെയ്യാൻ പോവുക. ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ഇപ്പം എങ്ങനെ ഇരിക്കുമെന്ന് ഒരു ഓർമ്മ കിട്ടുന്നില്ല. അത് ഇതിലെ കംപ്ലീറ്റ് ഓഫ് റോഡാണ്. ഇതിലെങ്ങനെ ഇറങ്ങി പോകുമെന്നുള്ളത്, ഇതിലെ ഇറങ്ങി അതിലെ ചാടിയൊക്കെ വരേണ്ടി വരും. അമ്മേ, അമ്മേ, Yahoo! La 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 la. നീ ചൊല്ലി വിഷുപക്ഷി പോലെ. ആ ചെള്ളുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് ചെള്ള്. മുട്ടിഞ്ഞ മോനെ തോണ്ട് അങ്ങോട്ട് ഇനി ചെള്ളിന്റെ ഏരിയ. അമ്മോ, ഇതുവഴി പോണോ താഴെ വഴി പോവാം. ഓ റിസ്കി ഗെയിം മാൻ. ഇവിടെ പറഞ്ഞോണം, നമ്മ ഫുള്ള് കണ്ടോണം. ഇതാണ് നമ്മളുടെ എന്തോ ഉങ്കാല കാതലെങ്ങും. മഴ പെയ്ത് വിട്ടേട്ടാ. നമ്മൾ ഈ പാറയുടെ ടോപ്പിലായിരുന്നു മുമ്പ് നിന്നിരുന്നേ. ഇപ്പൊ നമ്മൾ അതിന്റെ അടിയിൽ കൂടെ പോവാം.
ഓരോ കാല് ചവിട്ടുമ്പോഴും നല്ലതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊള്ളിച്ച് ചവിട്ടിയിട്ട് പൊങ്ങാം. എന്നിട്ട് ഇങ്ങോട്ട് പോകാം. നല്ല കുളവിൽ കൂട് ഇവിടെ ഉണ്ട്. പോട്ട് ഇതിൽ എങ്ങോട്ടാ പോണ്ടേ? ഏടാ എയർപോർട്ടായിരിക്കും. അയ്യോ, നമ്മൾ അള്ളിൻ്റെ അകത്തെത്തി. അള്ളിൻ്റെ വെളിവശത്തെത്തി. ഇനി അകത്തോട്ട് കയറാൻ പോകുന്നേ ഉള്ളൂ. ഗുഹ അൽ ഗുഹ. എൻ്റെ അമ്മ കയറിക്കും. എടാ തിരിച്ചെങ്ങനെ ഇറങ്ങൂടാ? ഇവിടെ ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടം തോന്നുന്നു. നീയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട്. ഞങ്ങള് +2 പഠിക്കുമ്പോൾ വന്നിട്ട് അന്ന് ഇന്നത്തെ പോലെ അല്ല. നമുക്ക് ഇറങ്ങി നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. ഇന്നത്തെ പോലെ ഇന്ന് ഞാൻ ക്ലാസ് വരുന്നില്ലല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലല്ല. വീട്ടിൽ പൊക്കി ക്ലാസ് ടീച്ചർ ക്ലൈമറ്റ് എന്തോ തണുപ്പ്. അതല്ല എന്ത് രസമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു സ്ഥലമുണ്ടെന്ന് ഇവിടെ എനിക്കും ഒരു അറിയത്തില്ല. ഞാൻ ഇത്രയും പിന്നെ എല്ലായിടത്തും പോകുന്നതാണ്, കറങ്ങി നടക്കുന്നത്. പക്ഷെ ജീപ്പും പുള്ളി. പക്ഷെ ഞാൻ ഇതിന്റെ ആദ്യം വന്നിട്ടുണ്ട്. പണ്ട് ആളുണ്ടെന്നറിയാം. പക്ഷെ ഇത്ര ഇതാന്ന് അറിയത്തില്ല. പണ്ടൊരാൾ താമസിക്കുന്നുണ്ട്. ഭയങ്കര സതീശൻ അല്ലേ പിറകെ കിട്ടുന്നത് എനിക്കറിയാം. അയ്യോ ബാ, ഇനിയും നമുക്ക് പതുക്കെ തിരിച്ചിറങ്ങാം. കാര്യം ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. ഇന്ന് പക്ഷെങ്കിൽ നമുക്ക് സൺസെറ്റ് കൂടെ കാണാമെന്ന് ഓർത്തിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് സൺസെറ്റ് ആ ഒരു ഇതിലില്ല. കാര്യം നമ്മൾ ഇവിടെ തന്നെ ഉള്ള നമ്മുടെ ഫ്രണ്ടിനോട് ചോദിച്ചു. അദ്ദേഹമാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ്റെ ക്യാമറയുടെ മുമ്പ് വരാൻ താല്പര്യമില്ല. പുള്ളിക്കാരൻ പറഞ്ഞു ബ്രോ ഇന്ന് സൺസെറ്റ് കിട്ടാൻ പാടാ. കാര്യം ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട്. കാര്യം ഇവിടെ തന്നെ ഉള്ളവർക്ക് ഇവിടുത്തെ മുക്കും മൂല എല്ലാം അറിയാം. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ ഇതിനേക്കാൾ നല്ലൊരു പ്ലേസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ എന്താ പറയുക ഫാസ്റ്റായിട്ടാണ് നമ്മളുടെ ചാനൽ നമ്മളുടെ വീഡിയോസ് റീച്ച് ആവുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പം നിങ്ങളെല്ലാവരും നമ്മളുടെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ഞങ്ങൾ അള്ളി വന്നെന്ന് പറഞ്ഞ പണ്ടുണ്ടല്ലോ, അതുകൊണ്ട് അവിടെയൊക്കെ വരെ വന്നിട്ട് ഞങ്ങളങ്ങ് പോയി. ഇവിടെ ഒന്നും ഞാൻ വന്നിട്ടില്ല. ഓടാ വലിയ വെള്ളം അതല്ലേ, പുളിയുടെ ചോട്ടിലെ വെള്ളമാണ് വലിയ വെള്ളം. നീ വന്നിട്ടുണ്ടോ? പിന്നെ സതീശൻ അവിടെ ഇറങ്ങി വരാം, എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം.